ലോഗോസ് ക്വിസ് 2025 വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ എഫേസോസുകാർക്ക് എഴുതിയ 1-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 23. 1-ാം അധ്യായത്തിലെ പ്രധാന തലക്കെട്ടുകൾ ഏതൊക്കെ? ഉത്തരം അഭിവാദനങ്ങൾ, ക്രിസ്തു മഹോന്നതൻ. എഫേസോസുകാർക്കുള്ള ലേഖനത്തിൻ്റെ ആരംഭത്തിൽ പൗലോസ് സ്വയം വിശേഷിപ്പിക്കുന്നത് എപ്രകാരമാണ്? ഉത്തരം യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ്. ദൈവ തിരുമനസ്സിനാൽ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് എഫേസോസുകാർക്കുള്ള ലേഖനം എഴുതുന്നത് ആർക്കാണ്? ഉത്തരം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി എഫേസോസിലുള്ള വിശുദ്ധർക്ക്. എഫേസോസുകാർക്കുള്ള ലേഖനത്തിൻ്റെ ആരംഭത്തിൽ പൗലോസ് അവർക്ക് ആശംസിക്കുന്നത് എന്താണ്? ഉത്തരം നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചത് എപ്രകാരമാണ്? ഉത്തരം സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും. ലോകസ്ഥാപനത്തിനു മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത് എപ്രകാരമായിരിക്കാനാണ്? ഉത്തരം തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ. അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചത് എന്താണ്? ഉത്തരം യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന്. പിതാവായ ദൈവം തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് യേശുക്രിസ്തു വഴി നമ്മെ അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടി. പിതാവായ ദൈവത്തിൻ്റെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ കൈവന്നിരിക്കുന്നത് എന്താണ്? ഉത്തരം ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും. പിതാവായ ദൈവത്തിൻ്റെ കൃപ എപ്രകാരമാണ് നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നത്? ഉത്തരം ജ്ഞാനത്തിലും വിവേകത്തിലും. പിതാവായ ദൈവം തൻ്റെ അഭീഷ്ടം ആരിലാണ് വ്യക്തമാക്കിയത്? ഉത്തരം ക്രിസ്തുവിൽ. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കി തന്നത്? ഉത്തരം തൻ്റെ പദ്ധതിയുടെ രഹസ്യം. തൻ്റെ പദ്ധതിയുടെ രഹസ്യം പിതാവായ ദൈവം നമുക്ക് മനസ്സിലാക്കി തന്നത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ എവിടെയുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിനു വേണ്ടിയാണ്. ഉത്തരം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും. തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന പിതാവായ ദൈവം തൻ്റെ പദ്ധതി അനുസരിച്ച് ക്രിസ്തുവിൽ ചെയ്തതെന്തെന്നാണ് പൗലോസ് വ്യക്തമാക്കുന്നത്? ഉത്തരം നമ്മെ മുൻകൂട്ടി തെരഞ്ഞെടുത്ത് നിയോഗിച്ചു. ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം എങ്ങനെ ജീവിക്കുന്നതിനാണ് പിതാവായ ദൈവം നമ്മെ മുൻകൂട്ടി തെരഞ്ഞെടുത്ത് നിയോഗിച്ചത്? ഉത്തരം ക്രിസ്തുവിൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി. സത്യത്തിൻ്റെ വചനത്തിന് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ നൽകുന്ന വിശേഷണം എന്ത്? ഉത്തരം രക്ഷയുടെ സദ്വാർത്ത. വാഗ്ദാനം ചെയ്യപ്പെട്ടത് എന്താണ്? ഉത്തരം പരിശുദ്ധാത്മാവ്. രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന നാം ആരിലൂടെ ആരിൽ മുദ്രിതരായിരിക്കുന്നു എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിൽ. ക്രിസ്തുവിൻ്റെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരമായി ശ്ലീഹ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം പരിശുദ്ധാത്മാവിനെ. വിശുദ്ധ പൗലോസ് ശ്ലീഹ തൻ്റെ പ്രാർത്ഥനകളിൽ എഫേസോസുകാരെ അനുസ്മരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം കർത്താവായ യേശുവിലുള്ള എഫേസോസുകാരുടെ വിശ്വാസത്തെയും എല്ലാ വിശുദ്ധരോടും അവർ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട്. എഫേസോസുകാരെ പ്രതി എന്ത് ചെയ്യുന്നതിൽ നിന്ന് വിരമിച്ചിട്ടില്ല എന്നാണ് പൗലോസ് ശ്ലീഹ സൂചിപ്പിക്കുന്നത്? ഉത്തരം ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതിൽ നിന്ന്.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്തിന് വിശുദ്ധ പൗലോസ് നൽകുന്ന വിശേഷണം എന്ത്? ഉത്തരം: മഹത്വത്തിൻ്റെ പിതാവ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ശ്ലീഹ ആശംസിക്കുന്നത് എന്താണ്? ഉത്തരം: ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ പ്രദാനം ചെയ്തുകൊണ്ട് നമ്മെ എന്തിലേക്ക് നയിക്കട്ടെ എന്നാണ് ശ്ലീഹ ആഗ്രഹിക്കുന്നത്? ഉത്തരം: തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക്. വിശുദ്ധർക്ക് അവകാശമായി ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്താണ്? ഉത്തരം: മഹത്വത്തിൻ്റെ സമൃദ്ധി. നമ്മുടെ ആന്തരിക നേത്രങ്ങളെ ഏതൊക്കെ കാര്യങ്ങൾക്കു വേണ്ടി പ്രകാശിപ്പിക്കട്ടെ എന്നാണ് ശ്ലീഹ ആശംസിക്കുന്നത്? ഉത്തരം: ഒന്ന്, ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാൻ. രണ്ട്, വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാൻ. അവൻ്റെ പ്രാഭവപൂർണമായ പ്രവർത്തനത്തിന് അനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്നത് എന്താണ്? ഉത്തരം: അവിടുത്തെ അപരിമേയമായ ശക്തിയുടെ മഹനീയത. പിതാവായ ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയതയാൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഇരുത്തിയത് എവിടെയാണ്? ഉത്തരം: സ്വർഗത്തിൽ, അവിടുത്തെ വലത്തുവശത്ത്. പിതാവായ ദൈവം ക്രിസ്തുവിനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എന്തിനൊക്കെ ഉപരിയായാണ് ഉപവിഷ്ടനാക്കിയത്? ഉത്തരം: എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കുമുപരി. അവിടുന്ന് ക്രിസ്തുവിൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കിയത് എന്തിനെയാണ്? ഉത്തരം: എല്ലാ വസ്തുക്കളെയും. എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കിയ ദൈവം എല്ലാറ്റിനും മുകളിൽ ക്രിസ്തുവിനെ നിയമിച്ചത് എന്തായിട്ടാണ്? ഉത്തരം: സഭയ്ക്ക് തലവനായി. ക്രിസ്തു സഭയുടെ തലവനാണെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ശ്ലീഹ തുടർന്ന് സഭയ്ക്ക് നൽകുന്ന വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം: ഒന്ന്, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. രണ്ട്, എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം എന്ത്? ഉത്തരം: സഭ അവൻ്റെ ശരീരമാണ്, എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ്.